Only, powered by Ramraj Dhotis, celebrated by Wonderla'യുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്റ്റുഡൻസ് ഒള്ളിയുടെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് നമ്മുടെ സ്വന്തം കോളേജായ മാല്യങ്കരയിലെ ശ്രീനാരായണ മംഗലം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിലെ ചുറുചുറുക്കൻ വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. എറണാകുളത്തെ തന്നെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നായ SNMIMT അക്കാഡമിക്സിലും അതേപോലെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഉന്നത നിലവാരം പുലർത്തുന്ന കോളേജുകളിൽ ഒന്നാണ്. ഈ കോളേജിന്റെ പേരിലും നമ്മൾ ഓരോരുത്തരുടെ പേരിലും കൈരളി TVയെയും സ്റ്റുഡൻസ് ഒള്ളിയുടെ ക്രൂവിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. കൈരളി TVയിൽ ഏകദേശം 9 വർഷത്തോളമായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തകർപ്പൻ ഷോയാണ് സ്റ്റുഡൻസ് ഒള്ളി. പഴകും തോറും വീര്യം കൂടുന്ന വീഞ്ഞു പോലെ ഓരോ എപ്പിസോഡ് കഴിയും തോറും കൂടുതൽ എക്സൈറ്റിംഗ് ആൻഡ് പവർ പാക്ഡ് ആയിട്ടാണ് ഷോ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം വിദ്യാർത്ഥികളെ നേരിട്ട് പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരേ ഒരു ഷോ സ്റ്റുഡൻസ് ഒള്ളി ആയിരിക്കും. ഈ ഷോയുടെ വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും സ്റ്റുഡൻസ് ഒള്ളിയുടെ ക്രൂവിനും എസ്പെഷ്യലി മാൻ ഓഫ് ദ ഷോ ഗോവിന്ദൻകുട്ടി ചേട്ടനുമാണ്. ചേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഹി ഈസ് ഗുഡ് ലുക്കിംഗ്, ഓപ്റ്റമിസ്റ്റിക്, ഇൻസ്പയറിംഗ്, ഡെഡിക്കേറ്റഡ് ആൻഡ് ആൻ ഓസം ഗൈ. ചേട്ടൻ്റെ സ്മാർട്ട്നെസ്സിലും സെൻസ് ഓഫ് ഹ്യൂമറിലും എന്തും പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവിലുമാണ് ഈ ഷോയുടെ ആത്മാവിരിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടെ ഗോവിന്ദൻകുട്ടി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിഥിയായി എത്തിയിരിക്കുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഓൾ ഇൻ ഓൾ അല്ലെങ്കിൽ മൾട്ടി ടാലന്റഡ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നല്ല ഡയറക്ടറാണ്, നല്ല ആക്ടറാണ്, നല്ല സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഒരു പ്രൊഡ്യൂസറുമാണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളാണ് ഭരത്ചന്ദ്രൻ IPS, കമ്മീഷണർ, പത്രം, അതുപോലുള്ള സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ പിടികിട്ടിയിട്ടുണ്ടാവും. Yes, it's none other than Sri Renji Panikkar. With great pleasure, Renji sirനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒള്ളിയെയും നമ്മുടെ മുഖ്യ അതിഥി രഞ്ജി സാറിനെയും ഈ കോളേജിന്റെ പേരിൽ വെൽക്കം ചെയ്യുന്നതിനായി HMTP സഭ പ്രസിഡന്റ് ശ്രീ TS ശ്രീജീവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആ ഉത്കൃഷ്ട സന്ദേശം ഒരു തപസ്യയായി സ്വീകരിച്ച HMTP സഭയുടെ SNMIMTയുടെ നേതൃത്വത്തിൽ കൈരളി TVക്ക് വേണ്ടി നടത്തുന്ന ഈ ഒരു തപസ്യ ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് സ്വാഗതം ചെയ്യുന്നത് സിനിമയുടെ സമസ്ത മേഖലകളിൽ തൻ്റെ നിർണായക വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ രഞ്ജി പണിക്കർ അവറുകളെയാണ്. അദ്ദേഹത്തെ സഹർഷം സഭയുടെ പേരിലും SNMIMTയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. രഞ്ജിയേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇപ്പോൾ നമ്മുടെ അവതാരകനും സ്വാഗത പ്രസംഗകനുമൊക്കെ രഞ്ജിയേട്ടനെ പറ്റി വിശേഷിപ്പിച്ചെങ്കിലും ഞാൻ രഞ്ജിയേട്ടനെ പറ്റി വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് രഞ്ജിയേട്ടൻ എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു.
അത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും കൂടി പ്രത്യേകതയാണ് എന്നുള്ളത് ഞാൻ ഒന്ന് പറയുന്നു. രഞ്ജിയേട്ടാ, കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ. ഈ ഞാൻ ആദ്യം ചെറിയ ചില 10 ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതിന് പെട്ടെന്ന് ഉത്തരം പറയണം, നീട്ടാതെ. ചെറിയ ഉത്തരങ്ങൾ. കോളേജിൽ വീണ്ടും വന്നപ്പോൾ എന്ത് തോന്നുന്നു? കോളേജിൽ നിന്ന് ഒരിക്കലും പോയിട്ടില്ലാത്തതുപോലെ തോന്നുന്നു. എങ്ങോട്ടും പോയിട്ടില്ല കോളേജിൽ. എങ്ങോട്ടും പോയിട്ടില്ല. എത്രത്തോളം യൗവനം ഈ ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്? ഒന്നും കൂട്ടി തീരുമാനിക്കും. ഇതിന് അളവുണ്ടോ? എനിക്കറിയാം. യൗവനത്തിന് അളവുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കലണ്ടർ കൊണ്ട് പ്രായത്തിനെ അളക്കുന്നേ ഉള്ളൂ, ആർക്കും പ്രായമാകുന്നില്ല. ഉണ്ടോ? ഇല്ല. ഞാൻ ക്യാമ്പസ് വിട്ടു പോയ ഒരു കാലത്തിൽ നിന്ന് ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ കോളേജ് വിട്ട് ഇറങ്ങിയിട്ട് എനിക്കൊന്ന്, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 33 വർഷം കഴിയുന്നു. ഞാൻ PG കഴിഞ്ഞിട്ട് 30 വർഷം കഴിയുന്നു. അപ്പോൾ എനിക്ക് അത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചു എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. മനസ്സുകൊണ്ട് അവിടെയൊക്കെ തന്നെയാണ് കറങ്ങിത്തിരിയുന്നത്. രഞ്ജിയേട്ടനെ കണ്ടിട്ടും അത്ര ദൂരം സഞ്ചരിച്ചതായി തോന്നുന്നില്ല. ഓ, താങ്ക് യു. പുതിയ തലമുറയോട് എപ്പോഴെങ്കിലും രഞ്ജിയേട്ടന് അസൂയ തോന്നിയിട്ടുണ്ടോ? പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും ഒരുപാട് ആളുകളോട് അസൂയ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് നമ്മളെ അതിശയിപ്പിക്കുന്ന വൈഭവം ഏതെങ്കിലും മേഖലകളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും അസൂയയും സ്നേഹവും ബഹുമാനവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അസൂയ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അസൂയ ഒരു അപകടകരമായ വികാരമായി പരിണമിക്കാത്തിടത്തോളം കാലം കുഴപ്പമില്ല. അസൂയ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പലതും ചെയ്യാൻ തയ്യാറാവും. ഒരാൾ നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുമ്പോൾ അയാളോടുള്ള അസൂയ എന്ന വികാരം ഒരുപക്ഷെ അവിടേക്ക് എത്തിപ്പെടാൻ നമുക്കൊരു പ്രചോദനമായി മാറാം. ഞാൻ അസൂയ കൊണ്ട് എഴുതി തുടങ്ങിയ ആളാണ്. അപ്പോൾ അസൂയ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വികാരമാണ്. എഴുത്തുകാരിൽ അത് പോസിറ്റീവ് ആക്കിയാൽ. അതെ അതെ, എഴുത്തുകാരിൽ എല്ലാ വലിയ എഴുത്തുകാരോടും എനിക്ക് അസൂയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് രഞ്ജിയേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗ്ലോറിഫൈഡ് ഉത്തരമാണ്. എങ്കിലും ഇൻസ്പയർഡ് ആയുള്ള ഒരു എഴുത്തുകാരൻ്റെ പേര്? അല്ല, ഒരുപാട് എഴുത്തുകാരെന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമയിൽ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള എഴുത്തുകാരുണ്ട്. അല്ലാതെ സാഹിത്യത്തിൻ്റെ മേഖലകളിലുള്ള ഒരുപാട് എഴുത്തുകാർ, വലിയ കവികൾ, എൻ്റെ സമകാലികരായിട്ടുള്ള ആളുകൾ, ഏറ്റവും പുതിയ ആളുകൾ ഒക്കെ അവരുടെ പ്രതിഭ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുകയും അതുകൊണ്ട് സ്വാഭാവികമായും ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് ഒരു അസൂയ തോന്നുകയും അവിടേക്ക് എത്താൻ കഴിഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ കഴിയണമല്ലോ എന്നൊക്കെ തോന്നിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ഒരാളുടെ പേര് നിർബന്ധമായി പറയണം. ഒരുപാട് പേരെന്ന് ഉത്തരം ദയവായി പറയരുത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വ്യക്തികൾ എൻ്റെ അച്ഛനും അമ്മയുമാണ്. രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല, പക്ഷേ എന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുകയും എന്നെ ഏറ്റവും സ്നേഹിക്കുകയും ചെയ്ത 2 വ്യക്തികളാണ് എൻ്റെ മാതാപിതാക്കൾ. അവർക്കപ്പുറം എന്നെ സ്വാധീനിക്കുകയോ എന്നെ സ്നേഹിക്കുകയോ ഞാൻ സ്നേഹിക്കുകയോ ചെയ്ത വ്യക്തികളില്ല. രഞ്ജിയേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമകളെ കുറിച്ച് ഞാൻ പറയും. ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ഉത്തരം ഫ്രീ ആണ്. ഒരു ഉത്തരത്തിന് ഓണക്കാലമായതുകൊണ്ട് രഞ്ജിയേട്ടൻ കൃത്യമായി ഒരു മലയാളിയാണെന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം 2ആണ്. മലയാളിക്ക് ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് ഒരുമിച്ച് 2 മക്കളാണ്, ട്വിൻസാണ്. അപ്പോൾ അതായത് മലയാളിക്ക് എപ്പോഴും 2ആണ് ഇഷ്ടം. മലയാളി, എനിക്ക് അങ്ങനെ പൊതുവിൽ മലയാളിക്ക് 2ആണോ ഇഷ്ടം അല്ല, അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട്
ഒരു പ്രത്യേകതയുള്ള നമ്പറാണ് എന്നെ സംബന്ധിച്ചത്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ഒന്ന്, ഞാൻ ഇന്ത്യൻ സിനിമയാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ കാലവും പ്രിയപ്പെട്ട സിനിമ പഥർ പാഞ്ചാലിയാണ്. ഇന്നും ആ സിനിമ കണ്ടാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു മുറിയിലിരുന്ന് കാണുന്നതെങ്കിൽ ഞാൻ പൊട്ടിക്കരയാറുണ്ട്. എൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്ന തരത്തിൽ എന്നെ സ്വാധീനിക്കുന്ന, എന്നെ അത്ഭുതപ്പെടുത്തുന്ന സിനിമയാണ് പഥർ പാഞ്ചാലി. നിങ്ങൾ ഒരു പക്ഷേ കാണാത്തവരാരും തന്നെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് സിനിമ കൂടെ, എനിക്ക് ഒരു ഷോർട്ട് ഫിലിം കൂടെ, ഇൻസിഡൻറ്റ് അറ്റ് ദി ഓൾ ക്രീക്ക് എന്ന് പറയുന്ന സിനിമ. നിങ്ങൾ ഒരു പക്ഷേ സിനിമ അല്പം ഗൗരവമായിട്ട് കാണുന്ന എല്ലാ ആളുകളും ആ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എൻ്റെ എല്ലാ കാലവും ഹോണ്ട് ചെയ്യുന്ന 2 സിനിമകളാണ്. ഒരു പട്ടാളക്കാരനെ തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് തൊട്ടും ഒരു കൊലക്കയറ് കഴുത്തിൽ മുറുകുന്നതിന് തൊട്ടു മുമ്പുള്ള മുഹൂർത്തത്തിൽ അയാൾ രക്ഷപ്പെടുകയാണ്. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അയാൾ രക്ഷപ്പെട്ടിട്ട് പിന്നെ അയാളുടെ ഒരു പാച്ചിലാണ്. അയാൾ ഒരു നദിയിലേക്കാണ്, ഒരു പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീണിട്ട് മിനിറ്റുകളോളം അയാൾ വെള്ളത്തിന് അടിയിലൂടെ നീന്തി ഒരു കര പറ്റുന്നു. കരപറ്റി അയാളെ പിന്തുടരുന്ന, നിറതോക്കുകളുമായി അയാളെ പിന്തുടരുന്ന, അയാൾക്ക് നേരെ നിറയൊഴിക്കുന്ന ഒരു പട്ടാള സംഘമുണ്ട്, സൈനികരുടെ ഒരു സംഘമുണ്ട്. പക്ഷേ അയാൾ ഓടി അയാളുടെ നാട്ടിൽ, അയാളുടെ വീട്ടിൽ ഒരു വലിയ ബംഗ്ലാവിൻ്റെ മുന്നിലേക്ക് ഗേറ്റ് കടന്ന് ഓടിക്കയറുകയാണ്. അങ്ങനെ അയാളുടെ ഭാര്യ അയാളെ സ്വീകരിക്കുകയാണ്. അവരുടെ കരവലയത്തിലേക്ക് അയാൾ ചെന്ന് അമരുന്ന നിമിഷത്തിൽ ആ കൊലക്കയറ് മുറുകി ആ തട്ട് പിൻവലിക്കുമ്പോഴാണ് ഇയാൾ പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുക. ആ വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സെക്കൻഡിൻ്റെ എത്രയോ ചെറിയ ഒരു ഫ്രാക്ഷനിൽ അയാളുടെ മനസ്സിൻ്റെ സഞ്ചാരമാണ് ആ സിനിമ. നമ്മൾ സ്തംഭിച്ചു പോകും. ആ കൊലക്കയർ മുറുകി വീഴുന്ന മുഹൂർത്തത്തിന് തൊട്ട് മുൻപുള്ള ഒരു വിഭ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൻ്റെ ദൈർഘ്യം മാത്രമാണ് ആ സിനിമയ്ക്കുള്ളത്. പക്ഷെ അത് എല്ലാ കാലവും മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഏറ്റവും ചെറിയ എന്നാൽ ഏറ്റവും സുരഭിലമായ ഒരു മുഹൂർത്തം ആ സിനിമ എല്ലാ കാലവും കാത്തുവയ്ക്കുന്നുണ്ട്. ആ സിനിമ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. പണ്ട് ഫെസ്റ്റിവൽസിന് ഈ ക്യാമ്പസുകളിലൊക്കെ സിനിമ കൊണ്ടുവരുമ്പോഴാണ് ഞാൻ ആദ്യം ആ സിനിമ കണ്ടിട്ടുള്ളത്. അതൊരു മനോഹരമായ സിനിമയാണ്. ഒരു അനുഭവിച്ച് മാത്രം സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു സിനിമ എക്സ്പീരിയൻസ് ആണത്. കണ്ടിട്ടില്ലാത്തവർ ആ സിനിമ കാണണം. ഇവർക്ക് മനസ്സിലാവണം. ഇവർക്കൊന്നുകൂടെ ഭൂമിയിൽ മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം ആ സിനിമ. ഞാൻ പറഞ്ഞത് അതിനെ ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, മരിക്കുന്നതിന് തൊട്ട് നിമിഷം മുമ്പ് പോലും തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് എത്താനുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്. അതെ, മരിക്കും എന്ന് തീർച്ചയുള്ള നിമിഷത്തിൻ്റെ തൊട്ട് മുന്നിൽ പോലും മനുഷ്യന് ജീവിക്കാനുള്ള അദമ്യമായ ഒരു അഭിവാഞ്ചയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതിൻ്റെ ഒരു ഭ്രമവും വിഭ്രമവും സ്വപ്നവും എല്ലാം കൂടിക്കലർന്ന ഒരു സിനിമയാണ്. അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ കഴിയൂ. ഓക്കെ, ഒറ്റ വാക്കിൽ പറഞ്ഞ ഉത്തരവാണ്. ഇത്ര നീണ്ടുപോയി. എന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. രഞ്ജേട്ടനെ സിനിമ എന്ത് പഠിപ്പിച്ചു? സിനിമയിൽ നിന്ന് മാത്രമായിട്ട് നമ്മളൊന്നും പഠിക്കുന്നില്ല. സിനിമ ജീവിതത്തിൻ്റെ വളരെ ചെറിയ ഒരു തലം മാത്രമാണ്. ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാണ് നമ്മൾ സിനിമയിൽ നിന്ന് പഠിക്കുന്നതും. സിനിമ മാത്രമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സിനിമ. ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങളാണ് സിനിമയിലേക്കും ഒക്കെ വ്യാപിക്കുന്നത്. അല്ലാതെ സിനിമയുടേത് മാത്രമായ ഒരു സ്കൂളില്ല. സിനിമയുടെ സ്കൂളിൽ നിന്ന് സാങ്കേതികമായി നമ്മൾ പലതും പഠിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വലിയ വിശാലമായ ഒരു ക്യാമ്പസിൽ നിന്നാണ് നമ്മളൊക്കെ പഠിക്കുന്നതല്ല. സിനിമ ഒരു ചെറിയ ഒരു പീരീഡിൻ്റെ ഒരു ക്ലാസ് റൂം മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഓപ്റ്റ് ചെയ്യാൻ മാത്രം ഓപ്ഷൻ ഉണ്ടായാൽ രഞ്ജേട്ടൻ എന്ത് ഓപ്റ്റ് ചെയ്യും? ഒന്നുകൂടെ ചോദിച്ചേ. എഴുത്തുകാരൻ, ചലച്ചിത്ര പ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ.
എനിക്ക് വല്ല നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാകും. അതായത് വ്യക്തമായി അടിസ്ഥാനപരമായിട്ട് എൻ്റെ മനസ്സെപ്പോഴും വ്യാപരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പലപ്പോഴും എൻ്റെ എഴുത്തും, പ്രത്യേകിച്ചും എൻ്റെ സിനിമ എഴുത്ത്. എന്നെ അഴിച്ചുവിട്ടാൽ ഞാൻ പോകുന്ന മേഖല രാഷ്ട്രീയമായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ചർച്ച കുറച്ചുകൂടെ ആക്കി മുൻപോട്ട് പോകണം. രസകരമല്ലേ? ആണോ? അല്ല, ഓക്കെ. ആർക്കാണ് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാം. ശരിക്കും ഒരു ഔപചാരികത ഉണ്ട്. രഞ്ജി സാർ എന്നൊക്കെ വിളിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വേണ്ട, അതുകൊണ്ട് രഞ്ജി ചേട്ടാ തന്നെ കയറി വിളിക്കാം. ഒരു കാര്യം പറയുന്നത് രഞ്ജി ചേട്ടനോട് പറയുന്നതിന് മുമ്പ്, ഇപ്പം ഞാൻ ചോദിക്കുന്നതിന് പ്രസക്തിയില്ല, എന്നാലും അതിനു മുമ്പ് ഞാൻ ഗോവിന്ദൻകുട്ടി ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ, ജീവിതത്തിലെ ഓരോ നിമിഷവും എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്ന് അറിയാത്തവൻ ജീവിതം എന്താണെന്ന് പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കോട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, അറിയില്ല. അറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ പ്രസക്തിയില്ല, ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് മറക്കില്ല മലയാളികൾ. കാരണം മറ്റത് പറഞ്ഞത് ചാൾസ് ഡാർവിനാണ്, എവല്യൂഷൻ തിയറിയുടെ പിതാവാണ്. പക്ഷെ അത് ആർക്കും അറിയില്ല. ചാൾസ് ഡാർവിനെ? അതെ, ചാൾസ് ഡാർവിൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ കോട്ട്. പക്ഷെ അത് ആർക്കും അറിയില്ല. പക്ഷെ മലയാളികളെ സംബന്ധിച്ചോളം ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും തിരിച്ചറിയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് ഉള്ള കാര്യമാണ്. മോഹൻ തോമസും ഉജ്ജിഷ്ടവും അമേദിയും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരുപാട് ഇറങ്ങിപ്പോയി. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എൻ്റെ ജീവിതത്തിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ പറയാം. ഞാനിവിടെ ഹോസ്റ്റലറാണ്. എൻ്റെ വീട് പൊന്നാനി എന്ന് പറയും, മലപ്പുറം ജില്ലയിൽ. പൊന്നാനിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വീട്ടിൽ പോകാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ കാലത്തിന് ശേഷം എനിക്ക് തറവാട്ടിൽ പോകാനൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ചെല്ലുക. അപ്പോൾ കുഞ്ഞിപ്പാടൊരു മോന് ഒരു UKG പഠിക്കുക, ഒരു 7-8 വയസ്സുള്ളൂ. അപ്പം കയറി ചെന്ന് കുറേ കാലത്തിന് ശേഷം എന്നെ കാണുക. അപ്പോൾ നേരിട്ട് വഴിക്ക് എന്നോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ്. അപ്പോൾ എത്ര വയസ്സുള്ള ആളാണ്? ഒരു 7-8 വയസ്സുണ്ടാവുള്ളൂ. കാര്യം പറഞ്ഞത് എന്നോട് ഡയറക്റ്റ് ചോദിച്ചതാ ഓർമ്മയുണ്ടോ ഈ മുഖം. അതെന്ന് വെച്ചാൽ നമ്മളുടെ മലയാളികളുടെ അതിനുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ആണ്. പക്ഷേ ഓനോടിപ്പോൾ ഇതിപ്പോൾ രഞ്ജി പണിക്കർ ആരാന്നൊക്കെ ചോദിച്ചാൽ അവനല്ല. അവൻ പറയും സുരേഷ് ഗോപി, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഡയലോഗ് പറയുകയാണെങ്കിൽ മമ്മൂട്ടി എന്നുള്ള കാര്യം പറയും. രഞ്ജി പണിക്കർ ആരാണെന്നോ അല്ലെങ്കിൽ രഞ്ജി പണിക്കർ എന്താണെന്നോ ഒന്നും അവനറിയില്ല. ഇപ്പം ഞാനിപ്പോൾ ഓനെ പിടിച്ച് ഈ ഷോയിൽ കൊണ്ടുവരണമെങ്കിൽ ഓൻ പറയും ഓം ശാന്തി ഓശാനയിലെ നസ്രിയുടെ അച്ഛനായിരിക്കുന്നത്. അതെന്തായാലും പറയും. അപ്പോൾ ആ മാറ്റത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പോഴും നസ്രിയയുടെ അച്ഛനാണെന്ന് അറിയുള്ളൂ. ഓർമ്മയുണ്ടോ ഈ മുഖം എഴുതിയ രഞ്ജി പണിക്കരാണ് നസ്രിയയുടെ അച്ഛൻ എന്നറിയില്ല.